ഇഫ് യു ആർ എ വർക്കിംഗ് മദർ, ഈ ഒരു സീന് രാവിലെ കാണാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. എസ്പെഷ്യലി ടോഡ്ലർ മോം ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി ഒന്നും സംഭവങ്ങൾ നടക്കത്തില്ല അല്ലെ. സോ ഓൺ ഡേയ്സ് ലൈക്ക് ദാറ്റ് ദിസ് ഈസ് ഹൗ ഐ പ്രിപ്പ് മൈ മീൽ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൊട്ടറ്റോ ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയും പിന്നെ വന്നിട്ട് റൈസ് ആൻഡ് കോക്കനട്ട് വെച്ചിട്ടുള്ള ദോശ, വിച്ച് ഇസ് റിയലി സിമ്പിൾ ടു മേക്ക്. റൈസ് തലേന്ന് പുറത്ത് വെച്ചാൽ മതി. രാവിലെ എണീറ്റ് അതൊന്ന് ഫെർമെന്റ് ചെയ്യുന്ന ആവശ്യമില്ല. കോക്കനട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് വരത്തില്ല, നമ്മുടെ ഒരു അപ്പത്തിന്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് സൈഡിൽ ഇപ്പൊ കുറച്ചൊരു 2 weeks ആയിട്ട് ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്ക് രാവിലെ കുടിക്കാനായിട്ട് ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്ക് വരുന്നത് പൊമഗ്രനേറ്റും ആപ്പിളും ആംലയും ആണ്. ഡിന്നർ ആൻഡ് ലഞ്ച് അതിന് രണ്ടിനുള്ള ഗ്രേവി നമ്മൾ കോമൺ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. ചിക്കൻ സ്റ്റൂ, പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കൂടിയാണ് ചിക്കൻ സ്റ്റൂ ക്ലബ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സൈഡിൽ സാലഡ്സ് ഒക്കെ വെച്ചിട്ട്. നെയ്ച്ചോറ് സ്ഥിരം പോലെ ടൈം ഇല്ലെങ്കിൽ കുക്കറിലാണ് വെക്കുന്നത്. പിന്നെ ചിക്കൻ സ്റ്റൂയിലുള്ള സംഭവങ്ങൾ, അതായത് വെജീസും ചിക്കനും പിന്നെ വന്നിട്ട് ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് ചിക്കൻ വേവിക്കുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ആൻഡ് ദെൻ യു നീഡ് ടു ആഡ് കോക്കനട്ട് മിൽക്ക്, തിക്ക് കോക്കനട്ട് മിൽക്ക് ഇതിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ടാൽ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് റെസിപ്പി താഴെ കൊടുത്തിട്ടുണ്ട്. വേറൊരു ടിപ്പ്, ചിക്കൻ സ്റ്റൂ തിക്ക് ചെയ്യണമെങ്കിൽ പൊട്ടറ്റോ ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാൽ നല്ല തിക്കായിട്ട് ചിക്കൻ സ്റ്റൂ കിട്ടും കേട്ടോ. അപ്പൊ ഒരു ബാലൻസ്ഡ് മീൽ ആക്കണമെങ്കിൽ ചോറിന്റെ അളവ് കുറച്ചിട്ട് പിന്നെ സൈഡിൽ സാലഡ്സും ചിക്കനും വെജീസും ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹോപ്പ് യു ലൈക്ക് ദിസ്.